പ്രഗ്നൻസിയുടെ സമയത്ത് AHA-BHA പീലിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്തുകൂടാ എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അതേ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രഗ്നൻസിയുടെ സമയത്ത് 2% സാലിസിലിക് ആസിഡ്, 7% വരെ ഗ്ലൈക്കോളിക് ആസിഡ്, അതുപോലെ തന്നെ നമ്മുടെ ലാക്റ്റിക് ആസിഡ് ഒന്നും യൂസ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് ഒന്നുമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ AHA-PHA സൊല്യൂഷനിലോ പീലിംഗ് സൊല്യൂഷനിലോട്ട് വരുമ്പോൾ അത് 30%, 15% ഒക്കെയാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് പീല് നമ്മുടെ സ്കിൻ ടോളറേറ്റ് ചെയ്യണമെന്നില്ല. കാരണം നമ്മുടെ സ്കിൻ പ്രഗ്നൻസിയുടെ സമയത്ത് സെൻസിറ്റീവാണ്. അതുകൊണ്ട് ആ സെൻസിറ്റീവ്നെസ് കുറഞ്ഞ രീതിയിൽ നോർമലി ഉള്ള ആൾക്കാർക്ക് അധികം സെൻസിറ്റീവ്നെസ് തരാത്ത ഒരു രീതിയിലുള്ള പീലിംഗ് സൊല്യൂഷൻസ് ആണ്. പീലിംഗ് അല്ല, ഒരു എക്സ്ഫോളിയേറ്റിംഗ് ടൈപ്പാണ് ഞാൻ ഈ പറഞ്ഞ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അതുപോലെ സാലിസിലിക് ആസിഡ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അതൊന്നും ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാക്റ്റിക് ആസിഡ് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് അല്ല നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും സെപ്പറേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരേ ഡേയ്സിൽ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ഡേയ്സിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും നമുക്ക് ഒരുമിച്ച് റൊട്ടീനിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പം നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ, ഹെയർ കെയർ വീഡിയോ ഫോളോ ചെയ്യാനും മറക്കണ്ട.